ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം 2023 ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. എനിക്ക് കിട്ടുന്ന എല്ലാ ലിങ്കും ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് ബോക്സായി ഇപ്പോൾ വാങ്ങിയത്. ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നാണെങ്കിൽ ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ എല്ലാം സൂപ്പർവാണ്. പിന്നെ മേക്കപ്പിൻ്റെ ബേസ് ആയിട്ട് ഇടാനായിട്ടും ഇത് സൂപ്പർവായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. സാധാരണ ഇപ്പോൾ ഓയിലി സ്കിന്നിനൊക്കെ എന്ന് പറയുമ്പം ഭയങ്കര ഇപ്പം നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ ഇടുമ്പം ഭയങ്കര ഓയിലി ആകും. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പിന്നെ ഫുള്ളി ഓയിലി ആയിരിക്കും. അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അലോവേറ ജെല്ലാണ്. അപ്പം അലോവേറ യൂസ് ചെയ്യുമ്പം ഞാൻ ബഞ്ചാരസിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബഞ്ചാരസിൻ്റെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പുറത്തൂടെ എന്തായാലും ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യും. ഞാൻ കോളേജിലായിരുന്നപ്പോൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു എന്തോ ഒരു ലെയർ ഇട്ടേക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, നോൺ സ്റ്റിക്കിയാണ്. പിന്നെ നമുക്ക് ആ ഒരു തിക്കായിട്ടുള്ളൊരു ഇത് തോന്നത്തില്ല. സൂപ്പർവായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, പിന്നെ വിറ്റമിൻ ഇ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ഫീൽ നൽകും. ഇതിടുമ്പോൾ ഒരു ഫ്രഷ് ഫീലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു ബോട്ടിലിന് 50 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ വലിയ ബോട്ടിലുണ്ട്, അതിന് 100 സംതിങ് ആണ് വരുന്നത്. വലിയൊരു ബോട്ടിൽ വാങ്ങി വെച്ചിരുന്നാൽ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കൊരു 2-3 മാസമൊക്കെ പോവും. 2 മാസമൊക്കെ 3 മാസമൊക്കെ അങ്ങ് പോവും. ഞാനിപ്പോൾ വാങ്ങിയത് ഈ ഒരു കുഞ്ഞു ബോട്ടിലാണ്. ഇതിൻ്റെ റേറ്റ് കൂടി. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ബോട്ടിലിന് വരുന്ന റേറ്റ് 100 റുപ്പീസാണ്. ഇത് എത്രയാണെന്ന് വെച്ചാൽ 50 ml 100 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും, അതായത് ഷോപ്പിലും വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ കുറച്ചൊരു ഓഫറിൽ കിട്ടും. സോ ഓൺലൈനായിട്ട് വാങ്ങാൻ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ മേക്കപ്പിൻ്റെ ബേസായിട്ട് ഇടാമെന്ന്. അത് പറഞ്ഞ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ 2-3 മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം വെച്ച് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് ഈ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസറാണ്. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. എനിക്കത് കുറച്ച് ഓയിലി ആയിട്ട് തോന്നി. പിന്നെ ഓയിലി സ്കിന്നുകാർ ജെൽ ടൈപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജെൽ ടൈപ്പ് ആകുമ്പം നമുക്ക് ആ ഒരു ഓയിൽനെസ് കൺട്രോൾ ചെയ്ത് വെക്കും. പിന്നെ ക്രീം ടൈപ്പ് ഒന്നും യൂസ് ചെയ്യില്ല ഓയിലി സ്കിൻ ആണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാത്തിലും കിട്ടും, അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം സൺസ്ക്രീനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, ഭയങ്കര വെയിലെന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു 50+ ആയിരിക്കണം. 50 3++ ആയിരിക്കണം. അതിൽ കുറവ് യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലത് 50+ യൂസ് ചെയ്യണതാണ്. പിന്നെ വൈകിട്ടൊക്കെ ആണ് പോകണമെങ്കിൽ ഒരു 30+ ഒക്കെ ആയാൽ കുഴപ്പമില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഗേൾസിന് മാത്രമെന്ന് വിചാരിക്കും. ഗേൾസിന് മാത്രമല്ല, ബോയ്സും ഇത് യൂസ് ചെയ്യണം. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളി എന്ന് തോന്നിയ ഒരു സൺസ്ക്രീനാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് വരുന്നത് സൺസ്കൂപ്പിൻ്റെ സൺസ്ക്രീനാണ്. ഇത് SPF 40 ആണ്. PA++ ഉണ്ട്. ബ്രോഡ് സ്പെക്ട്രം ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നോ വൈറ്റ് കാസ്റ്റ്, നോൺ കോസ്മഡോജനിക് ആണ്. വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻറ്റ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനാണ്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട്, ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ബേസ് അല്ല ഇത് വരുന്നത്. ഇതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പിന്നെ ഇത് വരുന്നത് ജെൽ ടൈപ്പാണ്. നമ്മളെ ഈ പ്രൈമറിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇത് വരുന്നത്. അതുകൊണ്ട് വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ ഒരു സ്റ്റിക്കി ഫീലൊന്നുമില്ല. നമ്മൾ ഇട്ട് ഉടനെ തന്നെ അതങ്ങ് അബ്സോർബായി പോകും, ഫേസിൽ അബ്സോർബായി പോകും. സാധാരണ എല്ലാ സൺസ്ക്രീനും എന്ന് വെച്ചാൽ നമ്മളിട്ട് ഒരു കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണം.
പക്ഷേ ഇതങ്ങനെയില്ല, നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതങ്ങ് അബ്സോർബ് ആയിപ്പോവും. പിന്നെ ഇത് മേക്കപ്പിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് മേക്കപ്പിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഇതൊരു ഇങ്ങനെ പൊരിഞ്ഞളവണ പോലെ വരും. നമ്മൾ ഈ സ്പഞ്ചൊക്കെ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ ഒരു പൊരിഞ്ഞ പോലെ ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് ഇത്, ഞാൻ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഇത് മേക്കപ്പിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ അടിപൊളി സൺസ്ക്രീനാണ്. നിങ്ങൾ വാങ്ങണമെങ്കിൽ മീൻസ് നിങ്ങളൊരു സൺസ്ക്രീൻ, ഒരു അടിപൊളി സൺസ്ക്രീനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സൺസ്ക്രീൻ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 675 രൂപയാണ് ഇതിൽ MRP കൊടുത്തേക്കുന്നത്. ഓഫറിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ ഓഫറുണ്ട്, ഓഫറിൽ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സിറം ആണ് യൂസ് ചെയ്യുന്നത്. സിറം നമ്മൾ ആക്ച്വലി ടോണർ അപ്ലൈ, അതായത് ഫേസ് വാഷ് ചെയ്ത് ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് സിറം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഓർഡർ കുറച്ച് തെറ്റിപ്പോയി. അപ്പോൾ ഓക്കെ, ബെസ്റ്റ് സിറം, അതായത് ഞാൻ യൂസ് ചെയ്തതിൽ ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്ത ഒരു സിറമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ റീപർച്ചേസ് ചെയ്ത സിറം എന്ന് പറയുമ്പം നയസിനമൈഡ് ആണ്. അതായത് മിനിമലിസ്റ്റിൻ്റെ നയസിനമൈഡ് ആണ് ഞാൻ റീപർച്ചേസ് ചെയ്തത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സിറമാണ്, ഓൾ സ്കിൻ ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ്, ഇതിൽ 10% നയസിനമൈഡാണ്. 10%, ബിഗിനേഴ്സ് ആണെങ്കിൽ 10% യൂസ് ചെയ്യല്. ഇതിനേക്കാളും പെർസെൻറ്റേജ് കുറഞ്ഞത് യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഇത്രയും കൂടിയത് യൂസ് ചെയ്താൽ മതി. ഇത് നമ്മുടെ സെബം കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ അൺഇവൻ സ്കിൻ ടോണ് ഈവൻ ആക്കും. പിന്നെ നമ്മൾക്കുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട് ഒക്കെ ഫെയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് വലിയ ഇവൻ ടോൺ ആക്കിയെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ചെറിയ ബ്ലാക്ക് ആയിട്ടുള്ള സ്പോട്ട് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇവൻ ടോൺ ആക്കിയെന്നല്ല, അതൊന്ന് ഫെയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇത് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യണത്. ഇപ്പം എന്തെങ്കിലും ഒരു ഫേസ് പാക്കൊക്കെ ഇടുകയാണെങ്കിൽ ഫേസ് പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഈ സിറം യൂസ് ചെയ്യണം. ഒരു 3 ഡ്രോപ്സ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഫേസിലും നെക്കിലുമായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, കിടന്നുറങ്ങുക. രാവിലെ ഫേസ് വാഷ് ചെയ്യുക. അത് തന്നെയാണ്. രാവിലെ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് നയസിനമൈഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഫേസിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് മോർണിംഗ് യൂസ് ചെയ്യണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് 30 ml പ്രോഡക്റ്റാണ്. 599 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഞാനൊരു 300 സംതിങ്ങിനാണ് ഇത് വാങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓഫറിൽ കിട്ടി. ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. ഇത് മിനിമലിസ്റ്റിൻ്റെ പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് 300 ആ ഒരു റേഞ്ചിനാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പോൾ ഓഫർ വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മളൊരു കാർട്ടിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ എന്തെങ്കിലും കാർട്ടിൽ ആഡ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും ഓഫർ വരുമ്പോൾ വാങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനുമാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തേക്കണം. കാരണം സിറമാണ്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഈ നെക്ക് ഏരിയയിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ. ഒരു ഡ്രോപ്പ് എടുത്ത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് നോക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അപ്പോൾ അടുത്തതും ഒരു സൺസ്ക്രീനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയൊരു സൺസ്ക്രീനാണ്. കാരണം ഇത്രയും ദിവസം ഞാൻ ഒരു സൺസ്ക്രീൻ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ കംഫർട്ടബിൾ ആയിപ്പോയാൽ പിന്നെ ഞാൻ അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞാൻ അത് തീർന്നപ്പോൾ ഞാൻ വേറൊരു സൺസ്ക്രീനാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് അക്വാലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. പപ്പായ ആൻഡ് വിറ്റമിൻ സി, ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ് എന്നാണ് പറയുന്നത്. എനിക്ക് ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ് എന്ന് പറയുന്നതല്ല, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ബ്രൈറ്റ് ആക്കും. അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആയിരിക്കും ഫേസ്. ഇത് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇത് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ പൊരിച്ചിൽ പോലെയൊന്നും എനിക്ക് വന്നിട്ടില്ല. ബെസ്റ്റാണ് ഈ സൺസ്ക്രീൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണ് ഈ ഒരു ഇത് അക്വാലോജിക്കയുടെ. ഇതിൻ്റെ സ്മെല്ലും നല്ലൊരു വാട്ടർമെലൻ്റെ, ഇതിൽ പപ്പായ എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ എനിക്ക് സ്മെല്ല് തോന്നിയത് വാട്ടർമെലൻ്റെ സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഫ്രഷ് വാട്ടർമെലൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ ഇത് വരുന്നത് 100 ml ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 399 ആണ്. ഇതും അതേപോലെ തന്നെ എന്ത് പർച്ചേസ് ചെയ്താലും എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണമായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ഇതിൻ്റെ റേറ്റ് നമ്മളിപ്പം ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ അക്വോളജിക്ക് ഷോപ്പിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മളിവിടെ ശാസ്തമംഗലത്ത് ഒരു കടയുണ്ട്, ബ്രാൻഡ് ഫോർ യു അല്ലോ, അല്ല മാഗ്മ, അവിടെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഒരെണ്ണമുണ്ട് ഈസ്റ്റ് ബോർഡിലൊരു കടയുണ്ട്, ഗണേഷ് സ്റ്റോർ എന്ന് പറയും, അവിടെയും എല്ലാ ബ്രാൻഡിലുള്ള ഐറ്റംസും അവൈലബിൾ ആണ്. അവിടെയൊക്കെ കിട്ടും. ഞാൻ ഇടയ്ക്ക് പോയിരുന്നപ്പോൾ അവിടെ അക്വോളജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചുരുക്കം കടകളിലേ കിട്ടുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഓഫറിൽ കിട്ടും. ഇതും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. പിന്നെ എസ്പെഷ്യലി ഓയിലി സ്കിൻ എന്ന് പറയാൻ കാരണം എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുമ്പം എനിക്ക് ഓയിലി സ്കിന്നിനെ എനിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഓയിലി സ്കിന്നിന് ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഓയിലി സ്കിന്നിന് നല്ലതാണെന്ന്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പം ഡാൻഡ്രഫ് ആയിരിക്കും. ഒരു 100ൽ 90 പേരെ എടുത്താലും അവർക്ക് എല്ലാവരും പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് ആയിരിക്കും. ഡാൻഡ്രഫ് കൊണ്ടുണ്ടാവുന്ന ഹെയർ ഫോൾ ആയിരിക്കും, പിന്നെ ഇച്ചിങ് ആയിരിക്കും, ചൊറിച്ചിലായിരിക്കും, അങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പോൾ എൻ്റെയും പ്രശ്നം ഡാൻഡ്രഫ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രോഡക്റ്റ് എനിക്ക് കൈ കിട്ടിയത്. ഇത് ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് കിട്ടി. ഞാൻ കുറേ ഹോം റെമഡീസ് നോക്കി. ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പോയി. ഒരു ദിവസം ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഡാൻഡ്രഫിന് ഹോം റെമഡി ചെയ്തിട്ട് ഒരു ദിവസം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പം അങ്ങനെ ഇരിക്കാൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നു, കട്ടയ്ക്ക് വരുമായിരുന്നു ഈ ഡാൻഡ്രഫ്. ഇങ്ങനെ വെള്ള കളറിൽ ഡ്രസ്സിലാവുമായിരുന്നു, പിന്നെ കിടക്കുന്ന പില്ലോയിലാവുമായിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ഡാൻഡ്രഫ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തത്. എസ്പെഷ്യലി ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഡാൻഡ്രഫിൻ്റെ. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്ന് പറയുമ്പം ഡാൻഡ്രഫ് പ്രോജക്റ്റിൻ്റെ സ്കാൽപ്പ് സ്പ്രേ ആണ്. ഇതൊരു സ്പ്രേ ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. ഇതൊന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹെയറിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതങ്ങനെ ഇട്ടേക്കുക. പിന്നീട് ഇപ്പം രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ അങ്ങ് കഴുകി കളഞ്ഞേക്കുക. പിന്നെ എന്ന് വെച്ചാൽ സ്റ്റിക്കി ആയിട്ട് തോന്നും. അതുകൊണ്ട് രാവിലെ കഴുകി കളയാനാണ് എന്തുകൊണ്ടും നല്ലത്. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇത് ഇവരുടെ ഇൻസ്റ്റാ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇത് വരുന്നത് ഇത് 100 ml ആണ്. 100 ml റേറ്റ് എന്ന് പറയുമ്പോൾ 280 മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കാം. 280 മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഞാൻ ഉറപ്പ് തരുകയാണ്, ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. എനിക്ക് ഫസ്റ്റ് യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാം. ഒരു സ്പ്രേ ബോട്ടിലല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അത്രയും അടിപൊളി പ്രോഡക്റ്റാണ്, അതുപോലെ തന്നെ അഫോർഡബിളുമാണ്. സോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.